നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്നും വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. വിവാഹ ദിവസം വരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ SSB ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഷബിനാണ് മരിച്ചത്. 28 വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുണ്ടേരി പഞ്ചായത്തിലെ മാവിലാച്ചാൽ സ്വദേശിയാണ് ഷബിൻ. ഇന്ന് വിവാഹം നടക്കാനിരിക്കെയാണ് ഷബിനെ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വിരുന്നൊരുക്കിയിരുന്നു. അർദ്ധരാത്രിയോടെ വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും തിരികെ പോയതുമാണ്. ഈ സമയം ഷബിന് ഒരു ഫോൺ വന്നു. നവവധുവാണ് വിളിച്ചതെന്നാണ് ഷബിന്റെ ബന്ധുക്കൾ പറയുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയായിരുന്നു ഷബിൻ. തുടർന്ന് മുറിയിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 4:45 മക്രേരി അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് പോകാൻ വീട്ടുകാർ വിളിക്കാനായി എത്തി. അപ്പോഴാണ് മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തുടക്കത്തിൽ യാതൊരു പിടിയും കിട്ടുന്നില്ല. അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണം അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. ഭരതന്റെയും അതുപോലെ തന്നെ ഷീബയുടെയും മകനാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വിവാഹം നടക്കാനിരിക്കെ ആ കോൾ വരുന്നു. ആ കോളിന് ശേഷം ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. എന്താണ് മരണകാരണം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ സംഭവം വളരെയധികം വേദന ഉളവാക്കുന്നതായി മാറിയിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ശക്തമാവുകയാണ്. ഭർത്താവ് രജിൻ ലാലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. സോനയുടെ അമ്മാവൻ AK സത്യൻ നിർണായകമായ ആരോപണങ്ങൾ രജിൻ ലാലിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. ആസൂത്രിത കൊലപാതകമാണോ നടന്നതെന്ന സംശയമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്നും സോനയുടെ അമ്മാവൻ പ്രതികരിച്ചു. സാധാരണ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീ പിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തി അമരില്ലെന്നും മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും സോനയുടെ അമ്മാവൻ വ്യക്തമാക്കി. കാറിനുള്ളിൽ മാരകമായ എന്തോ വസ്തു മുൻകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന സംശയം കൂടി സോനയുടെ കുടുംബത്തിൽ നിന്ന് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അപകട സമയത്ത് സോനയെ മുൻസീറ്റിൽ ഇരുത്താതെ എന്തുകൊണ്ടാണ് പിൻസീറ്റിൽ ഇരുത്തിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, അപകടമുണ്ടായ ഉടനെ തന്നെ കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് രജിൻ ലാൽ പറഞ്ഞില്ല. സ്വന്തം ജീവൻ മാത്രം നോക്കി തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് രജിൻ ശ്രമിച്ചത്. കാറിന്റെ പിൻവാതിൽ ലോക്കായ അവസ്ഥയിലായിരുന്നു. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്നും രജിൻ ലാലിന്റെ പങ്കിനെ കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സോനയുടെ കുടുംബം. എന്തായാലും രജിന്റെ അവസ്ഥയും ഗുരുതരമാണ്. ബേൺ ICUവിലാണ് രജിൻ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അന്വേഷണം നടക്കുകയാണ്. തുടർ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.